അദ്ദേഹത്തിന് വഴിവിരിച്ചത് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഇനി MT ഇല്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വേദന എല്ലാവരുടെയും മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നത് കാലത്തോട് ഏറ്റവും സക്രിയമായി പ്രതികരിച്ച ഒരു സാഹിത്യനായകനാണ് അദ്ദേഹം. പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാതിരുന്നിട്ടില്ല. അധികാരത്തിന് മുമ്പിൽ ഒരിക്കലും തലകുനിച്ചിട്ടില്ല. വാക്കുകളിൽ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഒരു മയപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും കൃത്യമായി തൻ്റെ സർഗ സൃഷ്ടികളെ സാമൂഹ്യ വിമർശനത്തിനും മനുഷ്യ മനസ്സുകളെ അടയാളപ്പെടുത്തുന്നതിനുമായിട്ട് ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് വിവിധ തലമുറകളുടെ ഇടയിൽ ഒരേപോലെയുള്ള സ്വീകാര്യത ഉണ്ടാകുന്നത്. MT എന്ന് പറയുന്നത് ഒരു 3-4 തലമുറകളെ ഒപ്പം നടത്തിയ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എല്ലാ കാലത്തും ഈ അവസാന നിമിഷങ്ങളിൽ വരെ അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. വലിയ വാത്സല്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. കൂടല്ലൂരിലും ഞങ്ങളുടെയൊക്കെ പ്രദേശത്തും ഈ അടുത്ത കാലത്ത് അനാരോഗ്യം അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹവായ്പകൾ എന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടി ഒരു വികാരം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. മുൻ MLA കോൺഗ്രസ് നേതാവ് VT ബൽറാം ഇപ്പോൾ MT അനുസ്മരിക്കുകയായിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് ഇപ്പോൾ MTയുടെ അവസ്ഥയിൽ നിന്ന്. ഹാഷ്മിയും അവിടേക്ക് എപ്പോഴും ആളുകളുടെ ഒഴുക്കാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി? ആളുകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉന്മേഷം. അതുതന്നെയാണ് ഇവിടുത്തെ കാഴ്ച. അത് നമ്മൾ ഈ പോയ പുലർച്ചെ മുതൽ കാണുന്നത്. പോയ അർദ്ധരാത്രി മുതൽ പുലർച്ചെ മുതൽ MT സിത്താരയിലേക്ക് വന്നപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ഒഴുക്കാണ്. ആ ഒഴുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ സമയം 2:15 ആവുന്നു. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറും കുറച്ച് സമയം മാത്രമാണ് സിത്താരയിൽ MT ഇനി ബാക്കിയാവുക. അതിനുശേഷം മാവൂർ റോഡിലുള്ള സ്മൃതിപഥത്തിലേക്കുള്ള യാത്രയിലാണ് MT. അത് അവസാനത്തെ യാത്രയാണ്. ഇനി ഇങ്ങോട്ടേക്ക് സിത്താരയിലേക്ക് ഒരുപാട് കഥകൾക്ക് ബീജമുണ്ടായ, ഒരുപാട് കഥകൾ എഴുതിയ, ഒരുപാട് ചിന്തകളുണ്ടായ, ഒരുപാട് സൗഹൃദങ്ങൾ പൂത്ത ഈ സിത്താരയിലേക്ക് ഇനി MTയുടെ ഒരു മടക്കയാത്ര ഇല്ല എന്നുള്ളത് അത്യന്തം വേദനയോടുകൂടി തിരിച്ചറിഞ്ഞു. നേരത്തെ VT ബൽറാം പറഞ്ഞത് തന്നെയാണ്. ഇനി MT ഇല്ലാത്ത നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ MT ഇല്ലാത്ത ഒരു മലയാളം, MT ഇല്ലാത്തൊരു കേരളം ആണ്. അത് വല്ലാത്ത ന്യൂനതയാണ്. ആ ന്യൂനത നമ്മൾ വേദനയോടെ തിരിച്ചറിയുന്നു. ഇനി MT ഇല്ല. 91 വയസ്സിലാണ് MT വിടവാങ്ങുന്നതെങ്കിലും അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും സക്രിയമായ ഒരു കർമ്മഫലം പൂർത്തിയാക്കി ജീവിക്കുന്ന സാഹചര്യത്തോടെ ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട്, വാക്കുകൊണ്ടും അക്ഷരം കൊണ്ടും അതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് ഏറ്റവും സജീവമായ ഏറ്റവും എന്താണ് ഒരു മനുഷ്യായുസ്സിൽ ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്തു വെച്ച് ഭാവിയിലേക്കുള്ള മലയാളത്തെ സനാതമാക്കിയുള്ള പോക്കാണെങ്കിൽ കൂടിയും MT ഇല്ലാത്ത ആ ലോകം, അല്ലെങ്കിൽ MT ഇല്ലാത്ത മലയാളം എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് ഏതാണ്ട് സാധ്യമാവുന്നില്ല. അത് വലിയ വേദന ഉണ്ടാകുന്നു. ഈ കൊട്ടാരം റോഡിലെ ചെറിയ ഇടവഴിയിൽ കൂടി ഈ സിത്താരയിലേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. 4 മണിയോടുകൂടി തന്നെ ഈ ഒഴുക്ക് നിലയ്ക്കും എന്നെന്തായാലും കരുതാവതല്ല. നേരത്തെ ഉന്മേഷ് പറഞ്ഞ പോലെ MT വാസുദേവൻ നായർ അദ്ദേഹത്തിന് പൊതുദർശനം വേണ്ട എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇൻഎഫക്റ്റ് പൊതുദർശനത്തിൻ്റെ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയി എന്നുള്ളത് അങ്ങനെ വരാൻ തരമുള്ളൂ. അതിന് കാരണം MTയാൽ സ്വാധീനിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു മലയാളി ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥയോ, ഒരു നോവലോ, ഒരു സിനിമയോ, ഒരു തിരക്കഥയോ, ഒരു ലേഖനമോ പോലും വായിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെടാത്ത, അദ്ദേഹം ഹൃദയത്തിൽ തൊടാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവാൻ ഇടയില്ല. അപ്പോൾ ആ മനുഷ്യരൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ ഇവിടെ കൂടല്ലൂരിൽ നടക്കം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമ്മളോട് വളരെ വൈകാരികമായി സംസാരിക്കുന്നു. ആനക്കര പഞ്ചായത്താണ് MTയുടെ ജന്മദേശം. ഈ പറഞ്ഞ കൂടലൂരിക്കുന്ന സ്ഥലം. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരികയും MT ഇപ്പോഴും വരുന്നു കാണുവാൻ വേണ്ടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ 4 മണി എന്ന് പറയുന്ന ഈ ഷെഡ്യൂൾ കാത്തുസൂക്ഷിക്കാൻ കഴിയുക എന്നൊരു സംശയം ഇപ്പോൾ തോന്നുന്നു. അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടെ ഈ പറയുന്ന ഈ കൊട്ടാരം റോഡിൻ്റെ അങ്ങേയറ്റത്ത് ഒരു വലിയ ജനസാഗരം തടിച്ചുകൂടി നിൽക്കുന്നു. അവർക്കെല്ലാം ഇങ്ങോട്ടേക്ക് ഒന്ന് ഒരു നോക്കൊന്ന് കണ്ട് മടങ്ങണം. ഇനിയും
ഇനിയും കൂടുതൽ ആളുകൾ ദൂര ദേശങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവരുടെ പ്രിയപ്പെട്ട കഥാകാരനെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ഉന്മേഷ്. അപ്പോൾ ഇവിടെ എന്തായാലും ഔദ്യോഗിക ബഹുമതികളുണ്ടാവില്ല. ഔദ്യോഗിക ബഹുമതി വേണ്ട എന്നുള്ള എം ഡിയുടെ ആഗ്രഹപ്രകാരം, എം ഡിയുടെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അതില്ല എന്ന് തീരുമാനിച്ചു. ഇനിയിപ്പോൾ സ്മൃതിപഥത്തിലാകും ഒരുപക്ഷെ മാവൂർ റോഡിലുള്ള ശ്മശാനത്തിലായിരിക്കും ആ സ്റ്റേറ്റിൻ്റെ ഒരു ലാസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുക. ആ സ്റ്റേറ്റിന് ഒരു ലാസ്റ്റ് റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതിന് കാരണം നമ്മൾ കണ്ട നമ്മുടെ കാലഘട്ടം കണ്ട, നമ്മുടെ തലമുറയും അതിന് മുൻതലമുറയും കണ്ട ഏറ്റവും മഹാമനീഷിയായ മലയാളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ഒരു മനുഷ്യൻ യാത്രയാകുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കാതിരിക്കാനും നിർവാഹമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ആ ബഹുമതി നൽകൽ ഒരുപക്ഷെ ആ ശ്മശാനത്തിൽ തന്നെയാകും. ഇവിടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ 4 മണി എന്ന് പറയുന്ന സമയം അത് വൈകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. ആ ഷെഡ്യൂൾ കൃത്യമായി തന്നെ പാലിക്കാൻ ശ്രമിക്കുകയാണ്. ഉന്മേഷ്, നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എം ഡിയെ ഇവിടെ വന്ന് ഈ വീട്ടിൽ ഈ സിത്താരയിൽ വന്ന് കണ്ട, അല്ലെങ്കിൽ സിത്താരയിൽ വന്ന് എം ഡിയുമായി ദീർഘനേരം സംസാരിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ കണ്ടു. ഏതെങ്കിലും തരത്തിൽ സാംസ്കാരിക രംഗത്തെയോ കലാരംഗത്തെയോ അല്ലെങ്കിൽ സിനിമാ രംഗത്തെയോ പ്രമുഖരൊന്നുമല്ല. സാധാരണക്കാരായ മനുഷ്യർ. അവർക്ക് എം ഡിയോട് ആഴത്തിൽ സൗഹൃദമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഈ ഗേറ്റുകൾ എപ്പോഴും തുറന്നിടപ്പെട്ടു. അവർ വന്നിരുന്നു. അവർ എം ഡിയുമായി ഓരോരോ കാലങ്ങളെക്കുറിച്ച്, ആ കാലങ്ങളിലെ അവരവരുടെ ആശങ്കകളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എം ഡിയുമായി ദീർഘനേരം സംസാരിച്ച മനുഷ്യന്മാർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ട ഒരു എം ഡി അല്ല, മറ്റൊരു എം ഡിയെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തരുടെ വൈയക്തികമായ അനുഭവങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ എം ഡി എന്ന 2 അക്ഷരം എത്രത്തോളം വിസ്തൃതമാണ്, എത്രത്തോളം ആഴത്തിലും എത്രത്തോളം ഉയരത്തിലും നിൽക്കുന്നു മലയാളത്തിൻ്റെ മനസാക്ഷിയിൽ എന്ന കാര്യം നമ്മൾ വല്ലാത്ത അത്ഭുതത്തോടെയും വേദനയോടുകൂടിയും തിരിച്ചറിയുകയാണ്.